വെൽക്കം ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഊഞ്ഞാലാടി കുന്നിലേക്കാണ്. ഊഞ്ഞാലാടി കുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം, പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഇവിടെ പകൽ വെളിച്ചത്തിൽ പോലും ആൾക്കാർ വരാൻ പേടിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല 10 വർഷങ്ങൾക്ക് മുമ്പ് 2 മരത്തിലായിട്ട് ഊഞ്ഞാല് കെട്ടി ആടി തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് 2 മരത്തിലായിട്ട് തൂങ്ങിച്ചാവണം? അതൊക്കെ തൂങ്ങിച്ചാവും, നീ മിണ്ടായിരുന്നാണ്. ഇതെങ്ങനെയെങ്കിലും വീഡിയോ കയറിപ്പോട്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഊഞ്ഞാല് കെട്ടി ആടി തൂങ്ങിച്ചത്. 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു ബിജു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഊഞ്ഞാല് കെട്ടി ആടി തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതിനുശേഷം രാത്രി ഇതുവഴി പോകുന്ന പലരും, സന്ധ്യ കഴിഞ്ഞ് പോകുന്ന പലരും ഒരു ഊഞ്ഞാലാടുന്ന സൗണ്ട്. ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം രാത്രി 1:30 മണിയോടടുത്തു. ഗൈസ്, 1:30 മണി കഴിഞ്ഞു. അണ്ണാ, മണി 7:30 അണ്ണാ. എടാ, നീ എന്നെ തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് സ്റ്റുഡിയോയിൽ കിടക്കണ ഈ വേസ്റ്റ് ജന്മങ്ങളെ നിന്ന് കൊണ്ടുവരരുതെന്ന്. എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്ത് 2 കൈയും കൂട്ടിമുട്ടിക്കാൻ പാടെ എനിക്ക് അറിയാവുള്ളൂ. പിടിച്ചു വെച്ചിരുന്ന ടോണും പോയി. ഗൈസ്, ഇതാണ് ഗൈസ്, ഇതാണ് ഗൈസ്. ഗൈസ്, കണ്ടില്ലേ ഗൈസ്? കൊക്ക ഈ ഭാഗത്തൊക്കെയാണ് പ്രശ്നം ഗൈസ്, ഈ ഭാഗത്തൊക്കെയാണ് പ്രശ്നം. രാത്രി എവിടെയാണ് കൊക്ക്? നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? കൊക്കല്ല, കൊക്ക. ഗൈസ്, കാലെന്തോ തട്ടി ഗൈസ്, കാലെന്തോ തട്ടി. ചന്ദനം ഗൈസ്, ചന്ദനം മുട്ടി. കൊള്ളിയാണ് ഇറങ്ങി വാടക ഉണങ്ങി റബ്ബറിനോട് ചന്ദനം. അണ്ണാ, ഇവിടെ വടേശി ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്? നല്ല വടയേര മണം വരണം. ഉള്ള കടയപ്പവും വാങ്ങിച്ച് നിന്നിട്ട് വായും കഴിവാതെ വന്നിട്ട് വടേശി. നമ്മൾ എത്തേണ്ടടുത്ത് ഗൈസ്, എത്തേണ്ടടുത്തെത്തി. ഇവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പം മണി 1:30 ആയി. നമ്മൾ വെളുപ്പം കാലത്ത് ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെട്ടം വീഴുന്നവരെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഗൈസ്. ഇന്ന് നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ. ഗൈസ്, ഇതാണ് ആ സ്ഥലം, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇവിടെ വരണമെന്ന്. സാഹചര്യം കൊണ്ട് നമുക്ക് ഇതുവരെയും വരാൻ സാധിച്ചില്ല. പക്ഷേ ലേറ്റായി പോയതില്ലേ ഇവിടെ മുമ്പേ വരാനുള്ളതായിരുന്നു, ഇവിടെ മുന്നേ വരാനുള്ളതായിരുന്നു. ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ എന്താ ഫീൽ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ മണി ഒരുപാട് രാത്രിയായി. ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ പലർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു ടിപ്പിക്കൽ സ്ഥലത്ത് ഇവിടെ വരുമ്പോഴാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അത് ഈ സ്ഥലമാണ്, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് ഗൈസ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ അത് ആ സ്ഥലം. ടോർച്ച് ഗൈസ്. ചാർജ് ഇല്ലല്ലടാ. മറന്നു വേണ്ട, കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്നൊരു നിഴൽ വാങ്ങിയത് കണ്ടോ? ഞാൻ കണ്ടിരുന്നില്ല. എഡിറ്റിങ്ങിലിടറാ പട്ടി, വീഡിയോ എടുക്കട്ടാ ഗൈസ്. പെട്ടെന്ന് അവിടെ ഒരു അനക്കം ഗൈസ്. അനക്കം. ടോർച്ച്. കണ്ടില്ലേ ഗൈസ്? എന്തുകൊണ്ട് ഗൈസ്? രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. അവിടെ എന്തുകൊണ്ട്? ആരാണ് ഈ രാത്രി? പകുതി വെളുപ്പ്, പകുതി കറുപ്പ്. ഇനി അറിയാൻ വയ്യ. ആരത്? രാത്രി അടുത്തോട്ട് പോയി നോക്കാം. വാടാ കൊണ്ട് അടുത്തോട്ട് പോയി നോക്കാം. പ്രശ്നമുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ വന്നത് വെറുതെ ആയിട്ടില്ല. നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത് ഗോസ്റ്റ് റൈഡേഴ്സ് തിരുവിൻ്റെ, ഗോസ്റ്റ് റൈഡേഴ്സ് ഷിബുവിൻ്റെ, വേറെ പേര് വിളിയാ. അതിങ്ങോട്ട് വരുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് പറകിലോട്ട് വരികയാണ്. എന്തും സംഭവിച്ചാലും നമ്മൾ തോറ്റോടാൻ തയ്യാറല്ല. എന്ത് സംഭവിച്ചാലും, ഇനി എന്ത് തന്നെ ആയിരുന്നാലും ശരി, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അതിനടുത്തേക്ക് ഗേസ്,
ഗോസ്റ്റ് ഹണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് കിടക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. ഒരു ഗോസ്റ്റിനെ തൊടുമ്പോഴുള്ള ഫീൽ എന്താണെന്ന് നമുക്കറിയാൻ വയ്യ. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ഗോസ്റ്റ് ഹണ്ടിങ്ങിൽ ഒരു ഗോസ്റ്റിനെ തൊട്ട് ഫീൽ ചെയ്യാണ് ഗൈസ്. ഒരു ഗോസ്റ്റിനെ തൊട്ട് ഫീൽ ചെയ്യാണ് ഗൈസ്. ലാസ്റ്റ് മൊമെൻറ്റ്, ഗോസ്റ്റ് ഹണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്, ഫേസ് ടു ഫേസ് അറിയാൻ പോവുകയാണ് ഗൈസ്. ഫേസ് ടു ഫേസ് അറിയാൻ പോവുകയാണ്. രാത്രി തൂറാനും നമുക്ക് വേണം ഓടി തള്ളടാ, ഇത് ആളെ മാറിപ്പോടാ, ഓടടാ. ഗൈസ് ആകെ പ്രശ്നമുണ്ട് ഗൈസ്. നിങ്ങൾ പറ്റുമെങ്കിൽ ബെൽബട്ടൺ ഒന്ന് അടിച്ചപ്പെടുത്തരുത്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു തീട്ട കഥയായിട്ട്, അല്ല ഗോസ്റ്റ് റൈഡർ കഥയായിട്ട്. മലയാളി മണ്ടന്മാര് പൊട്ടന്മാര് ഇതൊരു 1,00,000 പേരെങ്കിലും കാണൂടെ? ഒന്നൊന്നുമല്ല, ഇതൊക്കെ 2 ലക്ഷം പോകും. റെഡിയായി നിൽക്കണ നിങ്ങൾ എന്റെ സീൻ പറയാത്തത്. നിന്റെ സീൻ പറഞ്ഞില്ലേ? ഞാൻ എത്ര നേരമായെന്ന് അറിയാമോ ഇവിടെ റെഡിയായി നിൽക്കാന്ന് പറയാം. അപ്പൊ അവിടെ ഇരുന്ന് ആരടാ? ഞാൻ എന്താ ഇപ്പൊ വരണേ ഉള്ളണ്ണ. നിങ്ങൾ അവിടെ ആരെ വേറെ ആളെ വെച്ച് ഓടി തള്ളണോ, ഓടി തള്ളണോ.